ഒളിച്ചിരുന്ന് ഈ സ്പോട്ടർ കൊള്ളൂല്ലേ ചില സമയത്ത് ഊമ്പിയ സാധനം അത് സ്പോട്ടർ. ഒരുമാതിരി ചൂപ്പിപ്പോയി. സ്പോട്ടർ ചില സമയത്ത് പെട്ടെന്ന് ചില സമയത്ത് ഒരു മൈലും അറിയാൻ പറ്റില്ല. ഞാൻ ഇനി കവറെടുത്ത് അല്ല ഒരുപാട് പുഷ് ചെയ്യണ്ട. എന്തായാലും ഒന്നുകൂടെ നോക്കട്ടെ സ്പോട്ട് ഇട്ട്. ഇതിലെങ്കിലും മിന്നിച്ചില്ലെങ്കിൽ സ്പോട്ടറെ നിന്നെ ഞാൻ കിണ്ടും. സ്പോട്ടർ എന്തൊരു സാധനം? ജെറ്റ്. അതന്നെ റോക്കറ്റ്. അത് ക്ലസ്റ്റർ അല്ലേ? ക്ലസ്റ്റർ എടുത്തോ, ഞാൻ എടുത്ത് കളഞ്ഞു. മടുത്തല്ലേ? എന്തെങ്കിലും ഉപയോഗമുള്ള സാധനം എടുത്ത് വയ്ക്കാന്ന് വിചാരിച്ചല്ലേ? സാധനം അന്നങ്ങനെ മറ്റേ ഡ്രോണ് പോയിട്ട് ഒരു കൈയില്ല. അതായിരിക്കും ഏറ്റവും നല്ലത്. जाने मेरी जाने मन दुश्मन में प्यार मेरा बुक लेती पक पक पक. ഹായ്, ഇവിടെ ആരും ചാടി കളിക്കുന്നു എല്ലാരും. ഇവിടെ ചാടി കളിക്കുന്നു. അതെങ്ങനെ ചാടണം? പൊളി പൊളി പൊളി. അങ്ങനത്തെ സാധനം അതൊരു ചാതനോ? എന്നാത്ത ചാതനോ? அது என்ன சாதனம்? சாதனம் நல்லா இருக்கு, ரொம்ப அழகா இருக்கு, எனக்கு பிடிச்சாச்சு. നല്ല പുടിങ്കോ പിന്നെ ലിസാൻ കണ്ട സാധനത്തിന് ഞാൻ പറഞ്ഞില്ലേടെ ഇങ്ങനെ എവിടെയൊക്കെ പോയി ചാടോടിയത്. എങ്ങനെയാണ് ലിസാന് മാത്രം കിട്ടണത്? എനിക്ക് അതാണ് പിടികിട്ടാത്തത്. അത് എന്താണ് എപ്പോഴും ലിസാന് മാത്രം കിട്ടിയപ്പോഴാണ് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല എന്താണ് സംഭവം എന്നുള്ളത്. നമ്മൾ ആദ്യമേ റിക്വസ്റ്റ് കൊടുത്തിട്ടിരിക്കണം. ഇനി അതാണ് അന്തം. ഇങ്ങനെ അത് പറയൂല അത് എങ്ങനെ കിട്ടണം എന്നുള്ളത്. അൺഫോളോ ചെയ്താ പോരെ? അപ്പം നമ്മൾ വേറെ എല്ലാവരും പല സ്ഥലത്ത് ഇറങ്ങൂലേ പൊട്ടെ. നമ്മളെവിടെയാണ് പോണേന്ന് പറയണം. ആ സൂപ്പർ. എടാ ഇപ്രാവശ്യമെങ്കിലും എല്ലാവരും അടുത്തടുത്തിരിക്കണേ. ഓക്കെ, ഒട്ടി ഒട്ടിയിരിക്കാം, ചേർന്നിരിക്കണം. സാധനം പരാതി പറയല്ലേ അവിടെ ചേർന്ന് ഇവിടെ തട്ടി എന്നൊക്കെ പറഞ്ഞു. രണ്ടും കൂടെ ഒരു സ്ഥലത്ത്. ഞാൻ വീട് കയറുന്നാലും ഒരു കക്കൂസിലേ പോളെന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാ? എനിക്ക് ഈ തോക്ക് മാത്രം പൈസ മാത്രം തന്നിട്ട് കാര്യമില്ല. കുറച്ച് തോക്ക് കുട്ടയും കൂടെ തന്നാലേ വല്ല കാര്യമുള്ളൂ. ആ വീട്ടിൽ എല്ലാ വീട്ടിൽ ഞാൻ കയറി. ഏത് വീട്ടിലാ കയറിയത്? ഈ വീട്ടിൽ ഞാൻ നിൽക്കണ വീട്ടിൽ. ഒരു സ്നൈപ്പറോട് തോന്നിക്കാല ഒന്ന് പരീക്ഷ നോക്കാനുണ്ട്. ഓ ഓ, വല്ലാത്ത പരീക്ഷണം. പുതിയ കാലത്ത് കണ്ടുപിടിച്ച ചോപ്പറൊന്നും അല്ല, ചോപ്പറൊന്നും അല്ലല്ലോ. ചോക്കറ ചോപ്പർ. ഞാനാ ഈ വീട്ടിൽ സെക്കൻഡ് കയറിയ. നീ ഫസ്റ്റ് കയറിയൊക്കെ ശരി തന്നെ. ഒരു പറയില്ല ഈ വീട്ടിൽ. നിസാൻ കയറിയ വീട്ടിൽ പിന്നെ കേറണ്ട ബ്രോ. നിസാൻ കയറിയത് നിസാൻ കയറിയെങ്കിൽ ആവശ്യമില്ലാത്ത സാധനം കൂടെ എടുത്ത് വെളിയിൽ കൊണ്ടുപോയി കളയുള്ളൂ. ഒന്നുമല്ല ഇട്ടിക്കില്ലല്ലേ? ഒന്നുമില്ല ഇട്ടിരിക്കില്ല. ഓക്കെ, എല്ലാരും റീഗ്രൂപ്പ് ചെയ്യൂ. തീരുമാനമായോ? അല്ല പുള്ളി പറഞ്ഞു കേട്ടാ. പുള്ളി അങ്ങനെ ആദ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാം. നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പുള്ളിയെ. പുള്ളിന് ഈ കളി വാറക്കൂല. എന്തൊക്കെ വേവായി തോന്നാം. ഇനി ഈ കളി വാർക്കൂല. ഇറങ്ങില്ല, നമ്മൾ മാത്രമേ ഇറങ്ങിയുള്ളതിൽ. ഞാൻ ലൈറ്റ് ഹൗസിനകത്തുണ്ട്. ഓ, വെട്ടടിച്ച് നോക്കണ്ടായില്ലേ? എന്തോന്നു
അതാണ് കളഞ്ഞു പോയത്. ഇത്രയും വെളിച്ചത്ത് നിന്നിട്ട് കാണാൻ പറ്റാത്തോണ്ട് ലൈറ്റ് വെച്ച് പോയിക്കണം. എന്റെ പൊന്നെ അൾട്ടിമേറ്റ്. കടുപ്പുണ്ടോ? അത് നല്ലൊരു സാധനം വരുന്നത്. ഇടാ ഇതിന് വലിയ പങ്കായോണ്ടാ ഈ ലൈറ്റ് ഹൗസിന് മൂവ് ആവണം. ഇത് കറങ്ങണത് ഈ സാധനം. അയ്യോ ചാടിപ്പോയി. വലിയ പങ്കായുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അണ്ണനത് ഇങ്ങനെ കണ്ട് സൂക്ഷിക്കാനുള്ള വിധിയേ ഉള്ളൂ. പട്ടാളക്കാർ തോക്കുമെടുക്കുന്നത് എന്നും യുദ്ധത്തിനല്ല, ആവശ്യമുള്ളപ്പോൾ മാത്രം. അണ്ണാ അണ്ണാ എന്തൊക്കെ എവിടെ 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 കിടന്ന് ഓടണം. ഓ അതാ മയില്. ഞാൻ വെച്ച് എനിമി ആയിരിക്കും. എന്താ ഇവിടെ എടുക്കണടാ? ഓ ഇത് വല്ലാത്ത കടിയായി പോയി. വണ്ടി കൊണ്ട് ചെടി എണ്ണ പറ്റല്ല. അവ അനങ്ങിയില്ല മൈരി. അതിൽ കറങ്ങണ കിട്ടിയതെല്ലാം ഞാനും വാരി എടുത്തു. എനിക്കൊരു ഉണ്ട പോലും ഇടണ. ഉണ്ട നിനക്ക് നിന്റെ ഒരു ആവശ്യമുള്ള ഉണ്ടാണ് പട്ടി. ഓ ഓ എന്തെല്ലാം കിട്ടി എന്തെല്ലാം. കലപ്പിളവി കലപ്പിളവി കലപ്പിളവി. ഇളവിയുടെ ഇളവി ഇളവി. ഓ അടുത്തേന് പൊട്ടും, അടുത്തേന് പൊട്ടും. അയ്യോ 1%. 1%. അയ്യോ 1%. തീർന്നു. വെടിയെ ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ പട്ടികളെ എടാ 1% ഉള്ളായിരുന്നടാ. എന്റെ ഇതെല്ലാം പോയി പുല്ല്. ഏത് പോയി? നിങ്ങളൊരു കാര്യം മറന്നു. നിങ്ങളൊരു കാര്യം മറന്നു. ഞാനത് ഓർപ്പിക്കാം. അത് ഓർപ്പിച്ചാ പോരെ. നമ്മൾ കഴിഞ്ഞ കളിയും ഡ്രോപ്പ് എടുത്തിട്ടോ. അതിൽ സ്കോഡ് ഉണ്ട് കേട്ടോ. ഇതാണാ കാര്യം. ആ പറഞ്ഞ് സ്കോഡ് ഉണ്ട്. ഞാൻ ഒരു ബൂസ്റ്റർ പോലും വീടാണേ. എനിക്ക് ഉണ്ടയില്ല അണ്ണാ, ഒരു ഉണ്ടയില്ല. തേങ്ങ നിങ്ങളൊക്കെ ഞാൻ കണ്ടം വഴി ഓടേ. അന്തരണ്ണ അവനെ അടിച്ചത്. അവൻ മയില് കുറെ അടിയുണ്ട്. അവന് പട്ടിയുടെ കടിച്ചാൽ അവൻ ചാവും. അവിടെ നമ്മള് തീരുമാനായി. എവിടെയാണ് അടി കിടക്കണ? ഇവിടെ ഒരു തൊണ്ട കേട്ടോ ഇതിന്റെ മണ്ടയില്. സൂപ്പർ. എടാ മയില് നിന്റെ മറ്റേ സാധനം വെച്ചോടാ മയില്. എടാ ഇന്ന് എന്തരടേ മയില്? ഇന്ന് ആട്ടിക്കൊണ്ട് മെഴുവേണല്ലോ. കുറെ നേരമായി. കഴിഞ്ഞ 2 കളി വെട്ടികളൊന്നും കൊള്ളുന്നില്ലല്ലോ ഇനി. എവിടെയാണ് അവന്മാരെവിടെ? ഉണ്ടേ പറയൊക്കെ തീർന്നു. ഞാൻ പട്ടിയെ കണക്കാണ്ടാ ചത്ത. കവർ എടുത്ത് കളിക്കണമെന്ന് എത്ര പറഞ്ഞാലും കേൾക്കൂല. നിങ്ങൾ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ?
നിങ്ങൾ അവൻ രണ്ടുപേരുള്ള പോയാ? ബലത്തിലാണ് മാമന് ഞാൻ പോയാ? കറങ്ങി വരാൻ നോക്കി. അപ്പോൾ ഇപ്പൊ മൈ രണ്ടെണ്ണം പോയിരുന്നു. നിങ്ങളെ ടാഗ് വല്ലതും ഉണ്ടോ എടുക്കാൻ? ഇല്ല, ഞാൻ ഇപ്പൊ വരും. വരണ ആരെയും പാടാണ്. എനിമിക്ക് വെടിവെക്കാൻ അറിയാം. ഞാനും അതിനെ വല്ലതും കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ? പൈസ കൊടുത്താ വാങ്ങിക്കാം. 5000. നോക്കട്ടെ. എന്തൊക്കെയാ പൈസ ഒന്നും ഇല്ലല്ലോ വീട്ടിനകത്ത്. ഒന്നുകൂടി കുറക്കാൻ പൈസ ഉണ്ട് മയില്, നീ ഇറങ്ങിക്കോ. എന്നിട്ട് 8000 ഉണ്ടല്ലോ, 3500 ഉള്ളു കൊടുത്താൽ. മാർക്കറ്റ് മാർക്കറ്റ്, ബ്ലാക്ക് മാർക്കറ്റ്. ഓ, ഞാൻ എനിമീരെ വായിച്ചെന്നിറങ്ങി. പിന്നെ ബ്ലാക്ക് മാർക്കറ്റിലോട്ട് ഓടട്ടെ. വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പറന്നു പോകായിരുന്നു. ആ പട്ടി ഇവിടെ തന്നെ ആളെ ഉണ്ടെന്ന്. ആളുടെ ആളവിടെ നിൽക്കട്ടെ, നീ ഒന്നും ചെയ്യണ്ട. അതിൽ 2 പേരുണ്ട്, നീ ഒന്നും ചെയ്യണ്ടതാണ്. ഇട്ടിട്ട് ആ നിന്റെ നാട്ടതാണ് എനിക്ക് വണ്ടി. നീ കഴിക്കുന്ന ഫോണിലേ നാട്ടാ. ഓ, മൈ സിറാജും പോയി. സിറാജില്ലേ? ആര് പോയത്? 3 എണ്ണോടെ. ശിവാജല്ല, എൽസാനാ. ഇതിലാളുണ്ട്, സ്കോഡുണ്ട്. ആ, ഞാനുണ്ട് ഇവിടെ. ഇല്ല ഇല്ല. 3 പേരുടെ എവിടെ? കാശുള്ള ഒരാളില്ല. എല്ലാരും തീർന്നു. തേങ്ങ അവിടെ ഇനിമുണ്ട്. 3 പേര് ഒരുമിച്ച് ഒന്ന് അടിച്ചാൽ ഞാൻ ഇത്തിരി പിടിച്ച് നക്കൂ. ഇതെടുക്കാൻ പറ്റൂലേ? നമുക്ക് പോവാം, അപ്പുറത്തെ ഇനിമുണ്ട്. 3 എണ്ണം ഒരുമിച്ചാണ് പറന്നുകൊണ്ട് വന്ന് അടിച്ചത്. ഒരുത്തനെ അടിച്ച് നോക്കാക്കി, പിന്നെ ബാക്കിയുള്ളത് അടി വാങ്ങിച്ചു. വാ അപ്പുറത്ത് സ്കോഡുണ്ട്. അപ്പോഴത്തെ ഓപ്പർമ അടിച്ചാണ്. നമ്മൾ പ്രത്യേകിച്ച് ചെയ്യാനില്ല. മറ്റേ കണ്ണെടുക്കണ്ടേ? അതെ എന്നൊക്കെ എടുക്കാം. സ്കോഡൊക്കെ ഓ, അടി കിട്ടി കേട്ടാ. അവിടെ നിന്നിരുന്നേ പടമായിരുന്നു. ആ എന്നെടുക്കാൻ പറ്റും. അന്തരണ സൗണ്ട് ഇടക്കിടക്ക്. ജലദോഷം ബ്രോ. ആ, പറഞ്ഞോ. പറപ്പുറന്നൊക്കെ ആ, അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പയ്യെ ഇറങ്ങിക്കോളാം. നല്ല ബാക്ക് വെച്ചാണ് സംസാരിക്കണ. അല്ല, കീഴ്വായുവിന്റെ സൗണ്ട് കഴിഞ്ഞു. ICR. എടാ, എനിക്കെന്തറിയോ ഒപ്പോണന്റ് ഉണ്ടല്ലോടെ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഉണ്ടല്ലോടെ. ചാട്ടാ ചാട്ടാ ചാട്ടാ. അവനോടെ അടുത്തുണ്ട് നായ. എന്തെങ്കിലും ഒരു അപായ സൂചന വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ പറക്കാം. ഓഹ്, തായിന്റെ മോനെ കൊല്ലാൻ പെട്ട പാട്. ഇവിടെ നാരങ്ങ. ഓ, ഇൻകമിങ് മിസൈല്. എടാ മയില് കിടക്കണ ഉൾഫി, നിങ്ങൾ എടുത്തോട്ട് വരട്ടാ. ഉൾഫി, നിങ്ങൾ അടുത്തോട്ട് വരട്ടാ. സിറാജിന്റെ അടുത്ത് തന്നെ അവന്മാരുണ്ട്. വാർന്ന് പറയണേ. വേണ്ട വേണ്ട, വരണ്ട. നീ നിന്റെ തടി നോക്ക് മയില്. ഞാൻ ഹെലികോപ്റ്ററിൽ നിന്ന് തന്നെയാണ് ആ പട്ടികൾ അടിച്ചിട്ട. ഞാൻ തരൂലടാ എന്റേത്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ചാവോടാ. ഞാൻ തരൂല ആർക്കും. താഴോട്ടിറങ്ങാത്തത് ഞാൻ വന്നിറങ്ങിയത് എനിമീര. ഞാൻ സമാധിയാവാൻ പോണു. ഓ, നല്ല തന്നെ. നാളെ ബോർഡ് അടിക്കാം. ഇന്ന് മരണം മരണം മരണം. എടാ, എന്തായാലും എന്റെ തോക്കുന്ന എനിമി കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇറങ്ങാണ് ചത്തത് കേട്ടാ. ഓ, നല്ലത്. അല്ലെങ്കിൽ ലോകത്ത് ആർക്കും ഇല്ലാത്ത തോക്കാണല്ലോ നിങ്ങളെ ഇരിക്കുന്നത്. അത് പറഞ്ഞ നീ കേട്ടാ, വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നു തോക്ക്.
അല്ല ഉറപ്പിച്ചു ആ എനിമി എന്തായാലും ജയിക്കും കളി നോക്കിക്കോ ആന നോക്കിക്കോ ഓൾക്കൊരു ഗണ്ണെടുത്തില്ല ഉറപ്പിച്ച് എടാ വെള്ളത്തിനകത്ത് ഒരു സാധനം ഇട്ടിട്ടുണ്ട് ട്രൈ ചെയ്തോ വെള്ളത്തിൽ നിക്കണേ വെള്ളത്തിൽ നിക്കണേ ആദ്യം വെള്ളത്തിൽ നിക്കണേ അടിക്കാനേ ബോട്ടാണ് അടിക്കാനേ കൊല്ലി എങ്ങണ്ടി പോണത് ഓഹ് നീ താഴ്ത്തു വിട്ട് ലൂട്ട് വെള്ളത്തിൽ പോ എന്റെ സാധനം ഇട് വെള്ളത്തിൽ പോയിട്ട് ഐസിന്റെ അടി കുടുങ്ങരുതിട്ടാ വെള്ളത്തിൽ പണിപ്പോ എന്റെ സാധനം ഇടറാ തോക്കിട്ടേ എന്റെ തോക്ക് കുടുങ്ങരുത് നിങ്ങളെ സാധനം എവിടെ ഇരിക്കണേ? ഫ്രണ്ടിൽ പോ ഞാൻ അപ്പുറത്തെ വെള്ളത്തിൽ കിടപ്പുണ്ട് ബാക്കില് പോ ആ വലത്തോട്ട് നേരെ പോ നിങ്ങളെ ഡോഗ് ടാഗ് എവിടെ ഉള്ള ഡോഗ് ടാഗ്? വല സൈഡിൽ നിന്ന് എനിമി പോണു വല സൈഡിൽ നിന്ന് എനിമി നീ കണ്ട എനിമി പോണോ അതൊക്കെ കഴിഞ്ഞ് അടിക്കില്ല അവിടുന്ന് അടിക്കല്ലേ വെള്ളത്തിൽ ഞാൻ സാധനം ഇട്ടിട്ടുണ്ട് പോയിട് ഓ എല്ലാരും ചത്താ? ഓ ഞാൻ ഇങ്ങനെ റിവൈവ് ചെയ്യാണ്ടിട്ട് ചാടി ഇറങ്ങിയതാ ഓ ഇപ്പൊ കാല് തെറ്റി വീണ് ചത്തെന്ന് മാത്രം പറയാം. താഴെ കിടണ്ട അപ്പുറത്ത് കിടക്കണ്ട എന്റെ സാധനം ലെഫ്റ്റ് സൈഡില് നേരെ പോണ്ട വല സൈഡ് ഇതാണ് നേരെ ഓടക്കണം അതല്ലേ എന്റെ ഗണ്ണ് സെറ്റ് ചെയ്ത ഗണ്ണിലൂട്ടിക്കാം അപ്പനെ ഗണ്ണിലൂട്ടിക്കാം വെള്ളത്തിന്റെ അടിയിൽ ശ്വാസം മുട്ടി മരിക്കണട്ടാ അത് അതിന്റെ അടിയിൽ ശ്വാസം മുട്ടി മരിക്കണം ടോൺ സ്റ്റാർട്ട് ആയി തോക്ക് മാറ്റിട്ടോട് നീ കിടന്ന് മരിക്കും നോക്കിക്കോ എന്തോ മരിക്കും ഉറപ്പ് ധോണി വെറുതെ വെള്ളത്തിൽ വീട്ടിറങ്ങി അൾട്ടിമേറ്റ് ബോട്ട് തീർന്നു ഓ മയില് സ്ലൈഡ് ചെയ്തിട്ടും കാര്യമില്ല ഇല്ല കേറും അല്പം ആയുസോട് കൂടി കേറും പക്ഷെ കിടന്നോണം കിടന്നോണം അതിന്റെ വക്കത്ത് കയറിയിട്ട് അടിയിട്ട് വക്ക് തീർത്തിട്ട് കിടന്നോ വെരി ഗുഡ് ചരിഞ്ഞ നീങ്ങണവൻ ആദ്യമായിട്ടാണ് കണ്ടത് അതിന് മുകളിലതാണ് അതെ അതിന് മുകളിലുള്ള ആള് നല്ല സാധനം വെച്ചോട് ഒന്ന് ചെയ്യല അതിന്റെ ബാക്കിലില്ലേ വെച്ചിട്ട് അവണ് സാധനം വെച്ചിട്ട് ഞാൻ പോണോ വരി വേണം ഫ്രണ്ടിൽ പോവല്ലേ വണ്ടി എടുത്ത് പോയി അത് അവന്റെ വണ്ടിയും കൊണ്ടുപോയവൻ ആകട്ടെയാണ് എല്ലായിടത്തും അതിന്റെ ഉള്ളിൽ നിന്ന് കയറി കൊടുക്കാൻ നിൽക്കണ്ട അതിന്റെ ഉള്ളിൽ പോയി കയറി കൊടുക്കും ഒരുത്തൻ വരണുണ്ട് അത് വരണേ ബാക്കിൽ വരണ ആള് അവനടിച്ച് കഴിഞ്ഞു അവന്റെ വണ്ടി അവൻ എടുത്ത് വണ്ടി എടുത്ത് പോയി അയ്യോ